ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സോയാ സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം ഞാൻ 4 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. നമുക്കിത് ഈ പഞ്ചസാര ആദ്യം ഹൈ ഫ്ലെയിം വെച്ച് നമുക്ക് നന്നായിട്ടങ്ങ് ഉരുക്കിയെടുക്കാം. കുറച്ച് ഉരുക്കി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കാം. നന്നായിട്ട് നമുക്കത് പഞ്ചസാരയെല്ലാം ഉരുകി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വരണം. നമുക്ക് വീട്ടിൽ തന്നെ ഒരു സിമ്പിളായിട്ട് ഒരു കുറഞ്ഞ ചിലവിൽ, പഞ്ചസാരയുടെ ഒരു ചിലവേ ഉള്ളൂ, കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കി എടുക്കാം. സോയ സോസ് വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഫ്രൈഡ് റൈസിനോ അല്ലെങ്കിൽ ചില്ലി ചിക്കനോ ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ തന്നെ ശരിയാക്കി എടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. ചൂടടിച്ചപ്പോഴത്തേക്ക് ചെറിയ കട്ടയായി, അത് നന്നായിട്ട് ഉരുകി വരും. കരിഞ്ഞു പോയാൽ നമുക്ക് ചെറിയൊരു കയ്പ്പ് വരും. കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കരിയാതെ എടുക്കണം. കളറും വേണം. നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ചെറിയ തീയിലാണ് ഞാൻ ഇത് ഇളക്കുന്നത്, എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ചെറിയ തീയിലിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാര എല്ലാം നല്ല കണക്ക് ഉരുകി വരണം. ഉരുകി വരുമ്പോൾ നല്ല കളറും ഇതായിട്ട് വരും. നന്നായിട്ട് എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കളറൊക്കെ വന്നു കണ്ടോ. ഇച്ചിരിയും കൂടെ അത് നന്നായിട്ടൊന്ന് കളറാക്കാൻ വേണ്ടി ഒന്ന് ഉരുക്കുക. വിടാതെ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ കൈക്കും ടേസ്റ്റ് മാറും, നല്ല കയ്പ്പാവും. ഇതാകുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇതിന് നോക്കാൻ വേണ്ടി ഇങ്ങനെ സ്പൂണിൽ ഒഴിച്ച് നോക്കുന്നത്. കണ്ടോ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് വെള്ളം. ഈ സ്പൂണിൽ തന്നെ ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ദൂരെ മാറിയൊന്ന് വെള്ളം ഒഴിക്കണം, നമ്മുടെ മുഖത്തോട്ട് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ. 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി അഥവാ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണും കൂടി ഒഴിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 1 സ്പൂണും കൂടി ഒഴിച്ചു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളം പരുവായിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ആ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നതൊക്കെ വെള്ളവുമായിട്ട് ലയിക്കാനായിട്ട് നല്ലത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് എനിക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് ശരിയാക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ശരിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഞാൻ ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് ശരിയാക്കുന്നുള്ളൂ. മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 1 സ്പൂൺ വിനാഗിരിയാണ്. ഈ ഇതിൽ തന്നെ 1 സ്പൂണേ ഞാൻ വിനാഗിരി ഒഴിച്ചുള്ളൂ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഥവാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വിനാഗിരി ഒഴിക്കാം. ഞാൻ 1 സ്പൂണേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് പരുവാകുമ്പോഴത്തേക്കും നമുക്കതങ്ങ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണമൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കൈ വിടാതെ മിക്സ് ചെയ്യുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത്, അല്ലെങ്കിൽ തണുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയാവും. അതിൻ്റെ ഒത്തിരി അങ്ങ് നമുക്ക് കുറുക്കിയെടുക്കേണ്ട ആവശ്യത്തിന്. ഇത് നല്ല പരുവാണ്. നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ബൈ.